ശരണം അമ്മേ തളികയിൽ വെച്ചൊരരയിലും കൈവിരൽ മൃദുതരം പിടിച്ച് ആമുതലക്ഷരം ഒരു കൃപാകരം ഓരോന്നെഴുതിച്ചു വരമരുളുകയൻ ദേവി സരസ്വതി. മൂകാംബികേ ദേവി ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 8ാം അധ്യായം ആരംഭിക്കുന്നു. ഇന്നു മുതൽ പരസ്പരം ശപിച്ചതായിട്ടുള്ള ഗംഗയും സരസ്വതിയുമൊക്കെ നദീരൂപത്തിൽ അവരുടെ ജന്മം എങ്ങനെയാണ് ഈ ഭാരതദേശത്തിൽ ഉണ്ടായത് എന്നുള്ളതിനെയാണ് നാരായണ ഋഷി ഈ അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നത്. ശ്രീനാരായണ ഉവാച സരസ്വതി പുണ്യക്ഷേത്രമജഗാമജ ഭാരതേ ഗംഗാശാഭേന കലയാ സ്വയം ദസ്ഥൗ ഹരേ പഥേ. സരസ്വതി ഗംഗയുടെ ശാപത്താൽ കലാംശം കൊണ്ട് പുണ്യക്ഷേത്രമായ ഭാരതത്തിലേക്ക് വരികയും പൂർണ്ണാംശം കൊണ്ട് ഹരിപദത്തിൽ തന്നെ വസിക്കുകയും ചെയ്തു. ഭാരതത്തിൽ വന്നതിനാൽ ഭാരതിയായും, ബ്രഹ്മാവിന്റെ പത്നിയായതിനാൽ ബ്രാഹ്മിയായും, വാണിയുടെ അധിഷ്ഠാന ദേവതയായതിനാൽ വാണിയായും അവൾ പ്രകീർത്തിക്കപ്പെടുന്നു. സരസ്വതി ദേവി തടാകങ്ങളിലും പൊയ്കളിലും നദികളിലും സർവത്ര സന്നിഹിതനാകയാൽ ഹരി സരസ്വാനാണ്. ആ സരസ്വാനെ സംബന്ധിച്ചവൾ എന്ന അർത്ഥത്തില് അവൾക്ക് സരസ്വതി എന്ന് പേര് ലഭിച്ചു. ആ സരസ്വതി നദി തീർത്ഥസ്വരൂപിണിയും പരിപാവനിയുമാണ്. പാപികളുടെ പാപത്തെ ദഹിപ്പിക്കുന്നതിന് വേണ്ടി ജ്വലിക്കുന്ന അഗ്നിയെപ്പോലെ ഇതാ ഒഴുകി നടക്കണു. പിന്നീട് ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അതിനാൽ അവൾ ഭാഗീരഥിയായി ഭാഗീരഥി എന്ന നാമത്തിൽ ഗംഗ അറിയപ്പെടുന്നു. ഗംഗ കലാംശത്തോടെ ഭൂമിയിലേക്ക് വന്നത് വാണീദേവിയുടെ ശാപം, സരസ്വതിയുടെ ശാപം കൊണ്ടാണല്ലോ. ഭൂമിദേവി പ്രാർത്ഥിച്ചതിനാൽ പ്രതിജ്ഞയനുസരിച്ച് ഗംഗയുടെ പതനം വേഗം സഹിക്കാൻ ശക്തനും വിഭുവുമായ മഹാദേവൻ അവളെ ശിരസിൽ ധരിച്ചു. പിന്നെ പത്മയും സരസ്വതി ശാപത്താൽ കലാംശത്തോടെ ഭാരതത്തിലേക്ക് വന്ന പത്മാവതി നദിയായി തീർന്നു. എന്നാൽ പൂർണ്ണാംശത്തോടെ അവൾ ഹരിപദത്തിലും സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു കലാംശത്തിൽ ഭാരതത്തിൽ വന്ന് ധർമ്മധ്വജന്റെ സുതയായ ലക്ഷ്മി എന്നും തുളസി എന്നും വിഖ്യാതാവുകയും ചെയ്തു. ആദ്യം സരസ്വതി ശാപത്താലും പിന്നീട് ഹരിയുടെ ശാപത്താലും ഭാരതത്തിൽ നിന്ന് കലാംശത്താൽ വിശ്വത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്ന വൃക്ഷരൂപം കൈക്കൊണ്ടു മഹാലക്ഷ്മി. കലികാലത്ത് 5000 വർഷം ഭാരതഭൂമിയിൽ സ്ഥിതി ചെയ്തതിനു ശേഷം അവരെല്ലാം നദീരൂപം വെടിഞ്ഞ് ശ്രീഹരിയുടെ പാദം പ്രാപിക്കുകയും ചെയ്തു. ഹരിയുടെ ആജ്ഞ അനുസരിച്ച് കാശിയും വൃന്ദാവനും ഒഴികെയുള്ള സകല തീർത്ഥങ്ങളും അവരോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് പോകും. സാളഗ്രാമവും ശിവശക്തികളും ജഗന്നാഥനും കലിയിൽ 10000 വർഷം കഴിയുമ്പോൾ ഭാരതം വെടിഞ്ഞ് സ്വന്തം സ്ഥാനങ്ങളിലേക്ക് പോകും. സജ്ജനങ്ങളും പുരാണങ്ങളും ശംഖുകളും ശ്രാദ്ധങ്ങളും തർപ്പണങ്ങളും വേദോക്തമായിട്ടുള്ള കർമ്മങ്ങളും അവരോടൊപ്പം ഇതാ തിരിച്ചു പോകും. ദേവപൂജ, ദേവനാമം അവയെ സംബന്ധിച്ച ഗുണകഥകള്, വേദാംഗങ്ങള്, ശാസ്ത്രങ്ങള് അവരോടൊപ്പം പോകും. 10,000 വർഷം എന്നാ പറയണത്. 5400 വർഷം ആയിട്ടുണ്ട്. ഗുരുവായൂരപ്പ. സത്തുകളും സത്യധർമ്മങ്ങളും വേദങ്ങളും ഗ്രാമദേവതകളും വ്രതവും തപസ്സും ഉപാസവും എല്ലാം അവരോടൊപ്പം തന്നെ പോകുന്ന പറയണത്. കള്ളം പറയുന്നവരായി തീരും എല്ലാവരും. അതിൽ പിന്നീട് തുളസി ഇല്ലാതെ തന്നെ പൂജകളൊക്കെ നടത്തപ്പെടും. അതിൽ പിന്നെ സകലരും ഷഠന്മാരും ക്രൂരന്മാരും മഹാ അഹങ്കാരികളും കള്ളന്മാരും പരദ്രോഹികളുമായിട്ട് തീരും. പുരുഷനും സ്ത്രീയും എന്നൊരു ഭേദം മാത്രമേ പിന്നീട് ഉണ്ടായിരിക്കൂ. നിർഭയന്മാരും ആരെയും വിവാഹം ചെയ്യും. ഇവിടെ തന്നെ ഇതാ അതൊക്കെ എഴുതി വച്ചിട്ടുണ്ട്.
ഇതിൽ ഇന്ന് കാണുന്നതിൽ ജനങ്ങൾ ചെയ്യുന്നതിലൊന്നും ഒരു അത്ഭുതവും വേണ്ട എന്ന് പറയുകയാണ്. ഇതൊക്കെ മുമ്പ് തന്നെ വ്യാസൻ എഴുതി വച്ചിരിക്കണു. തൻ്റേതെന്നും തൻ്റെ സ്വാമിയുടേത് എന്നുമുള്ള ഭേദം എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകും. ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് അടിമകളാവും. എഴുതി വച്ചിരിക്കുന്നതാണ്. സർവേ സ്ത്രീവശക പുംസഹ പുംഛല്യശ്ച ഗൃഹേ ഗൃഹേ. ഞാൻ പറയണതല്ല. ആണുങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് അടിമകളാവും. വീട് തോറും വേശ്യാവൃത്തികൾ നടക്കാൻ തുടങ്ങും. സ്ത്രീകൾ ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തിയും ശകാരിച്ചും പീഡിപ്പിക്കും. ഗൃഹിണിയാവും ഗൃഹാധിപ. ഗൃഹനാഥൻ ഭൃത്യനേക്കാൾ അധമനാകും. മരുമകൾ തൻ്റെ ഫാദറിൻലോ മദറിൻലോ ഒക്കെ ഉണ്ടല്ലോ, അമ്മായിമ്മ അമ്മായി അച്ഛൻ, അവരെയൊക്കെ ദാസീദാസന്മാരെ പോലെയൊക്കെയാണ് കരുതുക. നോക്കൂ, എത്ര കൊല്ലം മുമ്പ് ഇതൊക്കെ എഴുതി വച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം റേഷൻ കാർഡിലൊക്കെ ഗൃഹാധിപൻ പോയില്ലോ, ഗൃഹനാഥയായില്ലോ. എല്ലാം ഗൃഹനാഥയുടെ പേരിലാണ് റേഷൻ കാർഡുകൾ തന്നെ ഇപ്പോൾ. ഇതൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഗൃഹകാര്യങ്ങൾ നടത്തുന്നത് ബലവാന്മാരായ ബന്ധുക്കളായിരിക്കും. സതീർത്ഥ്യരോട് മിണ്ടാൻ പോലും ആരും ഉണ്ടാവില്ല. തീരെ അപരിചിതരായിത്തീരും ഭർത്താവിൻ്റെ ബന്ധുക്കളൊക്കെ. ഭാര്യയുടെ അനുവാദമില്ലാതെ ഭർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. സർവകർമാക്ഷമാപുംസോ യോഷിതാമാജ്ഞയാവിന. ആഹാ. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര് എന്നീ 4 വർണ്ണങ്ങളിൽപ്പെട്ടവരും അവരുടെ വർണ്ണങ്ങളാചാരങ്ങളെ എല്ലാം ത്യജിക്കും, വെടിയും. സന്ധ്യാവന്ദനം, യജ്ഞസൂത്രം ഒന്നും തന്നെ ഉണ്ടാവില്ല, നടക്കില്ല. 4 വർണ്ണത്തിൽപ്പെട്ടവരും മ്ലേച്ഛരെ പോലെ ആചരണം സ്വീകരിക്കും. സ്വശാസ്ത്രങ്ങൾ വെടിഞ്ഞ് മ്ലേച്ഛശാസ്ത്രം പഠിക്കും. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും കലികാലത്ത് ശൂദ്രസേവകരായിട്ട് മാറും. അരിവെപ്പുകാരും അലക്കുകാരും കാളപ്പുറത്തേറി നടക്കുന്നവരുമാകും. എന്തൊക്കെയാ എഴുതി വച്ചിരിക്കുന്നത്. ശ്ലോകങ്ങൾ നമുക്ക് സമയമില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ ശ്ലോകം എടുത്തു നോക്കിയാൽ ദേവി ഭാഗവതത്തിൽ കാണാൻ കഴിയുന്ന പറയണത്. ജനങ്ങളെല്ലാം അസത്യവാദികളായിത്തീരും. ഭൂമിയൊക്കെ സസ്യരഹിതമായിത്തീരും. വൃക്ഷങ്ങള് ഫലഹീനങ്ങളാകും. സ്ത്രീകള് അപത്യഹീനരാവും. കണ്ടുവരുന്നതാണ്. ഇപ്പോഴ് വൃക്ഷങ്ങളൊക്കെ മുറിച്ച് കാടൊക്കെ നാടാവുന്നുണ്ട്. വൃക്ഷങ്ങളൊന്നും ചെടികളൊന്നും ഫലഭൂയിഷ്ടമാവണില്ല, വിളവുകൾ തരുന്നില്ല. അതിന് പകരം ഫെർട്ടിലൈസറും കെമിക്കലും ഒക്കെ കുത്തി എങ്ങനെയെങ്കിലുമൊക്കെ പല ഫലങ്ങളും പല വിധത്തിലുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി പിന്നെ അതിനെ പാകപ്പെടുത്താനോ വഴിപ്പിക്കാനോ അല്ല പച്ചയായിട്ട് സൂക്ഷിക്കാനോ വേണ്ടി വീണ്ടും അതിനകത്തൊക്കെ മരുന്നുകൾ കുത്തിക്കയറ്റി. ഇതൊക്കെ അപ്പം നമ്മൾ ഭക്ഷിക്കണത്. പശുക്കൾക്ക് പാലും പാലിൽ നെയ്യും ഉണ്ടാവുകയില്ല. ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ പ്രേമമുണ്ടാവില്ല, സ്നേഹമുണ്ടാവില്ല. ഗൃഹസ്ഥന്മാർ സത്യസന്ധരാവില്ല. രാജാക്കന്മാർക്ക് പ്രതാപമുണ്ടാവില്ല. പ്രജകൾ കരം കൊടുത്ത് വലയും. മഹാനദികൾ പോലും വരണ്ടുപോകും. അതുപോലെ ചെറിയ നദികളും കുഴികളിലും മറ്റും വെള്ളമുണ്ടാവില്ല. നമുക്കറിയാലോ, ബസ്സിൽ കയറി പോയാൽ മതി. വണ്ടിയിൽ പോകുമ്പോഴും കാണാം വലുതായിട്ടുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. നദികളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും ഗംഭീരമായിട്ട്. വലിയ ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 3/4 കിലോമീറ്ററൊക്കെ നീളമുണ്ടാവും പാലം കിട്ടിയതിന്. എന്നാൽ പിന്നെ അതിൻ്റെ അടിയിൽ നദി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലകുത്തി നിന്ന കഴുത്തിനൊപ്പം വെള്ളം ഉണ്ടാവും. എങ്ങനെ നിൽക്കണം? തലകുത്തി നിന്നാൽ കഴുത്തിനൊപ്പം വെള്ളം ഉണ്ടാവണം എന്നാണ് പറയണത്. നദികളിലൊന്നും വെള്ളമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കണോ ഇപ്പോഴ്? എന്താ ചെയ്യുക? എന്നാ വർഷമില്ലേ? വർഷമുണ്ട്. എന്തിനാ? നശിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് പലതും നശിക്കണം.
പണ്ടൊക്കെ നദികൾ നന്നായിട്ട് നിറഞ്ഞൊഴുകി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. നല്ല മഴ, ഇതിലും ധാരാളം മഴകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാവണു, മഴ കുറയണു, വേണ്ട സ്ഥലത്ത് വെള്ളമില്ല, നദികളിലും കുളത്തിലും കിണറ്റിലും ഒന്നും വെള്ളം കാണില്ല, വേണ്ടാത്ത സ്ഥലത്തൊക്കെ വെള്ളം കൂടണു, അതൊക്കെ നശിപ്പിക്കണു എല്ലാറ്റിനെയും. എന്തായാലും ഇന്നത്തെ സമയം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തി ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ തുടർന്ന് കൊണ്ടുപോകാം. ശ്രീഹരയേ.